ഓക്കെ, ഇപ്പോ രാഹുൽ പൈത്തൺ ആൻഡ് ഡ്ജാങ്കോ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേരെന്താ? ഓക്കെ, അതെവിടെയാണ് സ്ഥലം വരുന്നത്? എവിടെയാണ് സ്ഥലം? ഇത് പെരിന്തൽമണ്ണ. ഇവരെ മെയിൻ കമ്പനി എന്ന് പറയുന്നത് ഇവിടെ എറണാകുളത്താണ്, കൊച്ചി കല്ലൂരാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പൈത്തൺ എടുക്കുന്നതിന് മുമ്പ് എന്ത് കോഴ്സാണ് ചെയ്തത്? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ്. BSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പോ BSc കമ്പ്യൂട്ടർ സയൻസ് പൈത്തണിലേക്ക് എന്താണ് ചേഞ്ച് ചെയ്യാൻ എന്തായിരുന്നു കാരണം? അത് കോഴ്സ് സെലക്ട് ചെയ്യാൻ എന്തായിരുന്നു കാരണം? പൈത്തൺ കാരണം ഞങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സിലബസിൽ നമുക്ക് പൈത്തൺ ഒന്നും ഇല്ലായിരുന്നു. C++, ജാവ ഒക്കെ ആയിരുന്നു. കോഡിങ്ങിനോട് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. ഓക്കെ. അപ്പോ പൈത്തൺ പഠിക്കുന്ന ടൈമിൽ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നല്ലോ, ലൈവ് സെക്ഷനിലേക്ക് കയറുന്ന ടൈമിലുണ്ടല്ലോ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. കുഴപ്പമില്ലാതെ ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്ത് തരുമായിരുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് ജാബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് എന്താണ് ജാപ്പിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്? ജാപ്പിനെ പറ്റി പിന്നെ ഞാൻ 3-4 പ്രാവശ്യം, കൂടുതൽ പ്രാവശ്യം ജാപ്പ് അറ്റൻഡ് ചെയ്ത് പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു മാഡം വിളിച്ചിട്ട് വേക്കൻസി ഉണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 6 months എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി ഞാനൊരു സംരംഭം ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ചെയ്തു പോലെയായിരുന്നു ഞാൻ. അത് ചില ദിവസത്തേക്ക് ബ്രേക്കായി പോകും ക്ലാസ്. പിന്നെ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എടുത്ത് കാണാം, പഠിക്കാന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു 3 months കോഴ്സ് ആയിരുന്നു അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് 6 months കൊണ്ടാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. അപ്പൊ അവോധയെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിഞ്ഞത്? ഫസ്റ്റ് എങ്ങനെയാണ് കേട്ടത്? അവോധയെ പറ്റി ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ട് ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്ത് വിളിച്ചപ്പം വലിയ കുഴപ്പമില്ല, ജെന്യൂൻ ആണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്ത് കയറിയതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവര് മെഡിക്കൽ കോഡിങ് ചെയ്തിരുന്നു അവോധയില്. മെഡിക്കൽ കോഡിങ് ചെയ്ത് അവർക്ക് പ്ലേസ്മെന്റ് ചെന്നൈയിൽ പ്ലേസ്മെന്റ് ആയി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ക്ലാസ് കുഴപ്പമില്ല, വലിയൊരു കുഴപ്പമില്ലാത്ത ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അല്ലേ? ഇപ്പൊ ഇവിടുത്തെ കമ്പനിയിൽ എങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം ഒക്കെ വരുന്നത്? വർക്കിംഗ് ടൈം ഇവിടെ 9 hours ആണ് വരുന്നത്. അതിൽ 1 hour ലഞ്ച് ടൈം. 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 7 മണി വരെ വർക്കാണ്. അതിൽ 1 hour ലഞ്ച് ടൈം ഉണ്ട്. 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ടൈം. അപ്പൊ എങ്ങനെ മൺഡേ ടു സാറ്റർഡേ ആണോ? മൺഡേ ടു സാറ്റർഡേ. ഞായറാഴ്ച ഒരു ദിവസം ലീവ് ഉണ്ടാവും. അതെ, ആഴ്ച ദിവസം ലീവ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട് കമ്പനിയിലെ ആളുകളൊക്കെ? എങ്ങനെയുണ്ട് അവിടുത്തെ കൊളീഗ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കമ്പനി കൊളീഗ്സ് ഒക്കെ ഇവിടെ ഞാനിപ്പം ഇവിടെ കമ്പനി കൊച്ചി കല്ലൂരാണ്. ഞാൻ മലപ്പുറം ബ്രാഞ്ചിലേക്കാണ് ജോയിൻ ആയത്. ഇവിടെയുള്ള കൊളീഗ്സ് ഒക്കെ ഉഷാറാ, കുഴപ്പമില്ല. ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സപ്പോർട്ടീവാണ്. ഇപ്പൊ എത്ര ദിവസം അവിടെ സ്റ്റാർട്ട് ചെയ്തു? 2 weeks കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 weeks കഴിഞ്ഞ് 3 week ആവാൻ പോവാ. 3ാമത്തെ ആഴ്ചയിലേക്ക് പോകുന്നു അല്ലേ? അതെ. അപ്പൊ ഈ 2800 രൂപക്ക് അവോധയിൽ പൈത്തൺ എന്നുള്ള ഒരു കോഴ്സ് എനിക്ക് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അന്വേഷിച്ചായിരുന്നോ കോഴ്സിന് ഫീ എത്രയുണ്ടെന്ന്? അന്വേഷിച്ചായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവയുടെ കുറെയൊക്കെ ബെറ്ററാണ്. ഞാൻ പറയുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ്. നമുക്കാണെങ്കിലും പിന്നെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും റെക്കോർഡഡ് ആണെങ്കിലും ഉള്ള റെക്കോർഡഡ് ക്ലാസ് അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വേണ്ടി ഒരു ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക്സ്. ഓക്കെ.